ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റിട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി, എന്താ പറയുക, രാവിലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ തലേന്ന് രാത്രി നല്ല മഴയായിരുന്നേ. അപ്പോൾ മഴയായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെളിയിൽ കിടക്കുന്ന ആ ഒരു ഊഞ്ഞാലിലെ കുഷ്യനൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നനഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെളിയിലോട്ട് ഇടുകയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് എത്ര മാസമായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 പൂർത്തിയായി 7 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചെക്കപ്പിനൊക്കെ പോയപ്പം ഇതുവരെ ദൈവാനുഗ്രഹത്താൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ കുഴപ്പങ്ങളൊന്നും കൂടാതെ എല്ലാം നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുഷ്യനൊക്കെ ഇട്ട് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ നിന്നതിന് ശേഷം തിരിച്ച് അടുക്കളയിലേക്ക് വന്ന് തലേന്ന് അരി തിളപ്പിച്ച് അമ്മ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നെടുത്ത് ഒന്നുകൂടെ ഒന്ന് ചോറ് വെന്ത് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയോട് ഞാൻ തലേന്നേ പറഞ്ഞായിരുന്നു നേരത്തെ എഴുന്നേറ്റ് വരണ്ട, പതുക്കെ എണീറ്റ് വന്നാൽ മതിയെന്ന്. അപ്പം ഞാനങ്ങനെ ചോറ് ഒന്നുകൂടി ഒന്ന് റെഡി ആവാനായിട്ട് എടുത്ത് റൈസ് കുക്കറിൽ നിന്ന് വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം തന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയും ബദാമും വാൽനട്ടും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിനവും ചായയൊക്കെ കുടിച്ചിട്ട് ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങണം. കുറേ നാളായിട്ട് ജിമ്മിൽ പോക്ക് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, കാരണം ട്രാവലിങ് കൂടുതലായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറച്ചൊരടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ജിമ്മിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദിനം ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കറിക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് സവോള അരിഞ്ഞതിട്ട് കൊടുക്കണം. 3 മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരുന്നിടം വരെ, ജസ്റ്റ് ഒന്ന് വാടുന്നിടം വരെ 2 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വരുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുട്ടക്കറിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എടുത്ത് തന്നെ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് ആ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മുട്ട അവിടെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കൂണ് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതല്ലേ, വറുത്തരച്ച് ചിക്കൻ കറി വെക്കില്ലേ, അതുപോലെ തന്നെ കൂണ്, അതുപോലെ കടച്ചക്ക, ഇതൊക്കെ അങ്ങനെ കറി വെക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കൂണും അതുപോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊച്ചുള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്കും കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങൾക്കിത് മൂടി വെച്ചിട്ട് സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ചായ വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ അമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ വെക്കുവാണ്. അപ്പോൾ അമ്മയെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് വളരെ കുറച്ചേ കാണുന്നുള്ളായിരിക്കും. അതിൻ്റെ കാരണം അമ്മയ്ക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അമ്മ എങ്ങോട്ടെങ്കിലും മാറും. ഞാനധികം നിർബന്ധിച്ച് നിർത്താറില്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മ വളരെ കുറച്ചായിട്ട് കാണുന്നത്. പിന്നെ ഇത് തലേന്ന് തന്നെ അമ്മ കൂണ് കറി വെക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ചേർത്താൽ മാത്രം മതി. കൂണാണെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കൂണൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും തലേന്ന് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ വെള്ളം തൊടാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ തീയലിൻ്റെ കൂട്ടല്ല, ഇതിലേക്ക് പെരിഞ്ചീരകവും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഗരം മസാല ചേർത്തിട്ടുള്ള തേങ്ങയായിരുന്നു കേട്ടോ. അത് വെള്ളം തൊടാതെ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോഴേക്കും മുട്ടക്കറിക്കുള്ള സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആ ഒരു പേസ്റ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവോള എത്രത്തോളം വഴണ്ട് വരുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മുട്ടക്കറിക്ക് കേട്ടോ. അപ്പോഴേക്കും ഇതാ കൂണൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരച്ച ആ ഒരു പേസ്റ്റ്, തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല വെണ്ണ പോലെ അരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം തൊടാതെ അരച്ചതുകൊണ്ടാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത്ര ഇതായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്
ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് ആ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പം അതും കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇതെല്ലാം കൂടെ യോജിച്ചൊന്ന് തിള വരട്ടെ കേട്ടോ. ആ തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മുട്ടക്കറിയിലേക്ക്. അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഈ വെള്ളം വറ്റി അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി കുറച്ച് വെള്ളം ചേർത്താണ് ഞാൻ ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോസ്റ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം. കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. മുട്ട അതിനകത്ത് കിടന്ന് നന്നായിട്ട് ആ ഗ്രേവിയിലൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൂണ് കറിയും റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ്, ഉപ്പ് എരിവ് എല്ലാം പാകത്തിനാണ്. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇന്ന് പൂരിയാണ്, മുട്ടക്കറിയുടെ കൂട്ടത്തിൽ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അച്ചിങ്ങ പയർ തോരൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ അച്ചിങ്ങ പയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് അമ്മയെക്കൊണ്ട് തന്നെയാണ് വെപ്പിക്കാറ്. പിന്നെ ഇത് ബേബിക്കോൺ ഫ്രൈ ചെയ്യാണ് പാത്തുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. തലേന്ന് തന്നെ ഞാൻ എല്ലാം വേവിച്ച് റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്താൽ മാത്രം മതിയല്ലോ. അങ്ങനെ അതെല്ലാം എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആവുന്ന ടൈം കൊണ്ട് അമ്മ അച്ചിങ്ങ പയർ തോരനും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അച്ചിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ദിനുവിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അച്ചിങ്ങ പയർ തോരൻ, ചോറ്, അതുപോലെ മഷ്റൂം കറിയും ബേബിക്കോൺ ഫ്രൈ ചെയ്തതും കൂടെയാണ് ദിനുവിന് ലഞ്ചിന് കൊടുത്തു വിടുന്നത്. പാത്തുവിനാണെങ്കിൽ ഇന്ന് പൂരി, മുട്ടക്കറിയുടെ ഗ്രേവി, ബേബിക്കോൺ ഫ്രൈ ആണ് കേട്ടോ പാത്തുവിൻ്റെ ഇന്നത്തെ ടിഫിൻ ബോക്സ്. അപ്പോഴേക്കും ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി ഞാൻ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം പൂരിയും മുട്ടക്കറിയും അതുപോലെ ചായയൊക്കെ കൊടുത്ത് ദിനു അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് പാത്തു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇതാ പാത്തു അപ്പോൾ പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ യാത്രയാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ലിഫ്റ്റിൽ പോയി പ്രസ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ അവൾ ചെയ്യും കേട്ടോ ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കും. പിന്നെ പാത്തുവിനെ റെഡിയാക്കാനുള്ള തത്രപ്പാടായിരുന്നു. പാത്തുവിനെ റെഡിയാക്കി ഞാനും ഡ്രസ്സൊക്കെ മാറി പാത്തുവിന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. പൂരി മുട്ടക്കറിയും കൂടെ പാത്തുവിന് കൊടുക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കഴിക്കും. കാരണം പാത്തുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ കുറച്ച് നേരം നടന്നിട്ടേ ഇപ്പോൾ കയറി വരാറുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കൂടെ കഴിച്ചിട്ടേ പോകാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങുക. അങ്ങനെ അവളുമായിട്ട് താഴെ വന്ന് വണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവൾ ഓടിക്കളിക്കുകയാണ് ആ സമയം കൊണ്ട്. പിന്നെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കയറ്റി വിട്ടിട്ട് ഞാൻ നടക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പം ഞങ്ങൾ 2-3 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ 2 പേരെ കാണുള്ളൂ. എന്നാലും ഒരു 3/4 മണിക്കൂറോളം ഒക്കെ നടക്കും. അതിനുശേഷം പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പതുക്കെയാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇപ്പോൾ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസവും 1 മണിക്കൂർ നടക്കാനായിട്ട്, രാവിലെയും വൈകിട്ടുമായിട്ടാണ് നടക്കാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ രാവിലെയാണ് കൂടുതൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നടപ്പൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും അമ്മ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടാകും. നമ്മൾ കഴുകാനായിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി എല്ലാം വൃത്തിയാക്കി ഇടും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ലേറ്റായിട്ട് ഞാൻ വരുന്നതുകൊണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് വിശക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ കിച്ചണെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമുക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.